വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. മുംബൈ ഗേറ്റ് ഓഫ് ഇന്ത്യ തീരത്ത് യാത്രാ ബോട്ട് മുങ്ങി 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജീവനക്കാരടക്കം 110 പേരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് അധികൃതർ പറയുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിൽ 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ഈ നിരവധി പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവരിൽ തന്നെ പലരുടെയും നില ഗുരുതരമാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ? ഭദ്ര, വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ മുംബൈയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഇങ്ങനെ ഒരു അപകടം. അതായത് വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച 110ഓളം ജീവനക്കാരടക്കമുള്ള 110 സഞ്ചാരികൾ സഞ്ചരിച്ച യാത്രാ ബോട്ടിലേക്കും നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ച് ഒരു വലിയ അപകടം സംഭവിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നാവികസേന പുറത്തുവിട്ട നിമിഷങ്ങൾക്കകം നാവികസേന പുറത്തുവിട്ട വിവരം അനുസരിച്ച് 13 പേർ മരിച്ചു എന്നാണ്. ഇതിൽ 110ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ തന്നെ 13 പേർ മരിച്ചു. ബാക്കി 80ഓളം പേരെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള യാത്രക്കാർക്ക് വേണ്ടി ഈ ജവഹർലാൽ നെഹ്റു ജല അതോറിറ്റി, മറ്റ് കോസ്റ്റ് ഗാർഡ്, നാവികസേന, മത്സ്യത്തൊഴിലാളികൾ ഇവരെല്ലാം തിരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ വിവരമനുസരിച്ച് നാവികസേന ഇതിൽ ഈ മരണപ്പെട്ട 13 പേരിൽ നാവികസേന ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് നാവികസേന പുറത്തുവിട്ട വിവരമനുസരിച്ച്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ വരും മണിക്കൂറിലും പുരോഗമിക്കുമെന്നാണ് നാവികസേന പുറത്തുവിട്ട വിവരം. ഈ വരും മണിക്കൂറിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം എങ്ങനെ, ഏത് രീതിയിൽ, അതുപോലെ തന്നെ ഈ ബോട്ടുടമ, ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോയ ബോട്ടുടമയെ പത്ന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതും നാവികസേന പുറത്തുവിട്ട വിവരമനുസരിച്ച് സ്പീഡ് ബോട്ട് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ടിലേക്ക് ഇടിച്ചു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾ ഈ ബോട്ട് ഉടമയിൽ നിന്ന് ശേഖരിച്ചു വരികയാണ്. വരും മണിക്കൂറിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭദ്ര. ശരി, രാജേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീരത്താണ് യാത്രാ ബോട്ട് മുങ്ങിയത്. 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് നാവികസേനയുടെ ബോട്ട് ഇടിച്ചു എന്ന് പറയുന്നുണ്ട്, മറ്റൊന്ന് സ്പീഡ് ബോട്ട് ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. സ്പീഡ് ബോട്ടിന്റെ ഉടമയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നൊരു വാർത്ത ഏറ്റവും പുതിയതായി പുറത്തു വരികയാണ്. ഒപ്പം തന്നെ 110 പേരായിരുന്നു ജീവനക്കാരടക്കം ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പല ആളുകളുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഏകദേശം 4ഓളം യാത്രക്കാരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ തിരച്ചിൽ തുടരുകയാണ് എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ് ഐലൻഡിലേക്ക് പോകുമ്പോഴായിരുന്നു ഇത്തരമൊരു അപകടം ഉണ്ടായത്. രാജേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.